ഫഹദ് ഫാസിൽ വടിവേലു കോംബോ ഇത് മാമണ്ണനിൽ നമ്മൾ വേറൊരു ലെവലിൽ കണ്ടതാണ്. പക്ഷെ മാരീസിലേക്ക് വരുമ്പോഴേക്കും ഈ കോംബോ ഔട്ട് ആൻഡ് ഔട്ട് സിനിമയുടെ ബിഗിനിങ് തൊട്ട് എൻഡ് വരെ ഈ കോംബോ തന്നെയാണ് ഒരുമിച്ച് സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. അതൊരു മേജർ ഡിഫറൻസ് ആണ്. അപ്പോൾ മാരീസൻ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മീറ്റ് ചെയ്തോ? നമുക്ക് നോക്കാം. വെൽക്കം ടു സുമി ടോക്കീസ്. അപ്പോൾ മാരീസൻ ഡയറക്ട് ചെയ്തിരിക്കുന്നത് സുധീഷ് ശങ്കറാണ്. സുധീഷ് ശങ്കർ ടെലിവിഷൻ സീരിയൽ രംഗത്ത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലെനേനെയൊക്കെ വളരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്ന ഒരു സീരീസാണ് ഓമനത്തിങ്കൾ പക്ഷി. അതുപോലെ തന്നെ എൻ്റെ മാനസപുത്രിക്ക്, ഇതൊക്കെ വളരെ പോപ്പുലറായിട്ട് നമ്മളെ എല്ലാവരും അത്യാവശ്യം എല്ലാവരും ഏതെങ്കിലും ഒരു എപ്പിസോഡൊക്കെ കാണാൻ സാധ്യതയുള്ള സീരീസുകളാണ്. അത്രയും ലോങ് റൺ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുധീഷാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് വി കൃഷ്ണമൂർത്തിയാണ്. അപ്പോൾ മാരീസൻ എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ ചെയ്യാനിരുന്ന സിനിമയാണ്. പിന്നെ അതിൻ്റെ ഒരു റോഡ് മൂവി കോൺസെപ്റ്റ് ഒക്കെ വന്നപ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുക ഫിറ്റ് ആവുന്നത് ഒരു തമിഴ് സിനിമയിൽ അത് ബ്രിങ് ചെയ്യുമ്പോഴാണ് എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം തമിഴ്നാട്ടിലെ ഇന്നർ റോഡ്സിലൂടെയൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പകുതി പോർഷൻ ഇങ്ങനെ ഈ രണ്ട് ക്യാരക്ടേഴ്സും ഈ റോഡ് മൂവി കോൺസെപ്റ്റിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചും കൂടി ഫിറ്റ് ആവുന്നത് അവിടെ തന്നെയാണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ 2 സിനിമയാണ്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്കൊരു സിനിമയായിട്ട് കൺസിഡർ ചെയ്യാം, സെക്കൻഡ് പാർട്ട് വേറൊരു സിനിമയായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ജോൺറ ഷിഫ്റ്റ് വരുമ്പോൾ ബേസിക്കലി ഓഡിയൻസ് ആയിട്ടുള്ള നമ്മൾ കുറച്ചും കൂടി വളരെ എക്സൈറ്റഡ് ആവേണ്ടതാണ്. കാരണം നമ്മുടെ ഒരു പ്രതീക്ഷയുടെയൊക്കെ മേലെ പോയി ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണല്ലോ ഇത്രയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഒക്കെ സിനിമയിൽ ഉണ്ടാവുന്നത്. പക്ഷേ സത്യം പറയാലോ, ഈ സിനിമ ഒരു ഉൾട്ട എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓഡിയൻസായി നമുക്ക് തരുന്ന ഒരു ഫീല് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ബേസിക് പ്ലോട്ട് നോക്കാം. അപ്പോൾ മാരീസനിൽ ഫഹദ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് ദയ എന്നാണ്. അപ്പോൾ ദയ ഒരു തിരുടനാണ്. മൂപ്പര് ജയിലിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ മൂപ്പര് ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങുകയാണ്. അങ്ങനെ നന്നാവാനുള്ള ലക്ഷണത്തിലൊന്നും അല്ല ആൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്ന ഒരു ക്യാരക്ടറാണ് വടിവേലി ചെയ്യുന്ന വേലായുധം പിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ വേലായുധം പിള്ളയ്ക്ക് ആൽസൈമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദയ ആളെ കൂടെ കൂട്ടുകയും വേലായുധം പിള്ളയ്ക്ക് ഏതൊക്കെയോ ഡെസ്റ്റിനേഷനിൽ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ഒരു റോഡ് ജേണി ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് ഇതിൽ ഈ സിനിമയ്ക്ക് ഒരു റോഡ് മൂവിയുടെ ഒരു ക്യാരക്ടർ വരുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയിലുള്ള അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു റോഡ് ജേണി ഒന്നുമല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം ഫസ്റ്റ് ഹാഫിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രാഗ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിൻ്റെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും അത്ര കാര്യമായിട്ടൊന്നും സ്ക്രിപ്റ്റോ ഡയറക്ഷനോ ഒന്നും വർക്ക് ചെയ്തതായിട്ട് തോന്നിയില്ല. മാത്രമല്ല ഓഡിയൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അത്ര ഗംഭീരമായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും തന്നെ ഇതിൽ നടക്കുന്നില്ല. ലോജിക്കലി ഓക്കെയാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളിതിൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ആയിട്ടിരിക്കുന്ന പോലത്തെ ഇൻസിഡൻസ് സ്ക്രീനിൽ നടക്കുന്നില്ല. അങ്ങനെ അത്യാവശ്യം ഒരു ഡ്രാഗോട് കൂടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടു തീർക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യുവൻ ശങ്കർ രാജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ പിന്നെ കലൈശിവൻ്റെ ഫോട്ടോഗ്രാഫി നല്ല വൈഡ് ഫ്രെയിംസ് ആണ്. റോഡ്സ്, അതായത് തമിഴ്നാട്ടിലെ ഇന്നർ റോഡ്സ് ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിത് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഒരു ഡ്രാഗോട് കൂടിയിട്ട് കണ്ടു തീർക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ സിനിമ വേറൊരു സിനിമയായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സബ് പ്ലോട്ട് എന്ന് പറയുന്നത് വളരെയധികം ഓവർ യൂസ്ഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അത്യാവശ്യം ക്ലീഷ കൊണ്ട് റിച്ച് ആയിട്ടുള്ള നമ്മൾ കണ്ടുമടുത്ത ഇനി ഇത് സംഭവം ഒന്നും നമുക്ക് ആവശ്യമില്ല സിനിമയിൽ എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന ചില പ്ലോട്ടുകളുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടി ഒരു റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റണം, എന്നാലേ നമുക്കതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമല്ല ഈ സെക്കൻഡ് ഹാഫിൽ കൊണ്ടിരിക്കുന്നത്. അതിലും നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിൽ ഇത്രയും ഇരുന്ന് നമ്മളിങ്ങനെ എത്തിയത് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് കാണിക്കാനാണോ, ഇത്രയും ഒരു ഹൈഡ് ചെയ്ത് വെച്ച ഒരു സംഭവം ഇത്രയും ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊക്കെ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ വെച്ചത് ഇതിന് വേണ്ടിയാണോ എന്നുള്ളൊരു ചെറിയൊരു ഡിച്ചിങ് ഫീലാണ് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നത്. അതുകൊണ്ട് ഈ മാരീസ് എന്ന് പറഞ്ഞ സിനിമ എന്നെ അത്ര ഇമ്പ്രസ് ചെയ്തിട്ടില്ല. നമുക്ക് പെർഫോമൻസസ് നോക്കാം.
മാരിസണിൽ ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻസീവായിട്ട് സ്ക്രീൻ ടൈം ഉള്ളത് പിന്നെ ഫഹദ് വടിവേലു കോംബോയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഈ കോംബോ എങ്ങനെ വർക്ക് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ചോദിക്കുകയാണെങ്കിൽ ഫഹദിൻ്റെ ഒരു യൂഷ്വൽ മീറ്ററിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അത്ര വലിയൊരു യുണീക്നെസ്സും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസ് അല്ല. പിന്നെ അതുപോലെ തന്നെ വടിവേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വടിവേലു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. കാരണം വടിവേലു നമ്മൾ എന്താണ് ഇപ്പം നമ്മൾ മലയാളത്തിൽ ഇന്ദ്രൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന പോലെ പണ്ട് കോമഡി ഒരു ഈവൻ വടിവേലൊക്കെ എന്തോരം സ്ലാപ്സ്റ്റിക് കോമഡി തന്നെ ചെയ്ത് എത്രയോ വർഷം തമിഴ് സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വടിവേലുവിൻ്റെ ഒരു കോമ്പോസിഷൻ നമ്മൾ ഒരിക്കൽ പോലും ഈ സിനിമയിൽ കാണില്ല. വടിവേലു ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചിട്ട് ഭയങ്കര ഈ കോംബോ എങ്ങനെ വർക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്റ്റാൻഡേർഡ് ലെവലിലാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയ അല്ലാതെ നമുക്ക് വളരെ ഒരു ഇമ്പാക്റ്റോട് കൂടി ഇപ്പം മെയ്യഴകനിലൊക്കെ ഇതുപോലെ ഒരു 2 ക്യാരക്ടേഴ്സ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമയാണല്ലോ. അപ്പം അതിൻ്റെ പോലത്തെ ഒരു ഇമോഷണൽ ഒരു ഫീലൊന്നും നമുക്ക് ഈ സിനിമ കണ്ടിട്ട് കിട്ടുന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ ഒരു രണ്ടുപേരും അഭിനയിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ ഇതിലൊരു വേറെ ഒരു കുറച്ച് റോളുള്ളത് നമ്മുടെ വിവേക് പ്രസന്നില്ലേ, തമിഴിൽ അത്യാവശ്യം നല്ലൊരു നടനാണ്. വിവേകിന് അത്ര നല്ലൊരു റോളൊന്നുമല്ല, ഒരു ഓക്കെ സോർട്ട് ഓഫ് ഒരു റോളാണ്. ആൾ അഭിനയിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെലൊക്കെ ഒരു ഫൈറ്റ് സീനൊക്കെ വരുന്ന സമയത്ത് വിവേകും എല്ലാവരും കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഈവൻ വടിവേലടക്കം ഒരു വളരെ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കണ്ട തമിഴ് സിനിമയുടെ ഒരു ഫീല് വരുന്ന രീതിയിലാണ് അതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് ആ ഭാഗം ആ പോർഷൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിൽ കോവൈ സരിലേക്ക് ഒരു കുറച്ച് ഒരു ഹൈ റാങ്കിങ്ങിലുള്ളൊരു പോലീസ് ഓഫീസറുടെ റോള് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളാണ്. അതുകൊണ്ട് തന്നെ അതിൽ അക്കംസ്റ്റ് ആവാനായിട്ട് ഒരു കുറച്ച് സമയം എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ പഴയ നടി സിതാര അഭിനയിക്കുന്നുണ്ട്. അതൊക്കെ ഒരു യൂഷ്വൽ റോൾ, അങ്ങനെ അത്ര വലിയ സംഭവമായിട്ടൊന്നും പറയാനൊന്നും ഇല്ല. അപ്പോൾ ഇത്തരം ക്യാരക്ടേഴ്സാണ് പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ള ക്യാരക്ടേഴ്സ് ഇവരേ ഉള്ളൂ. സിനിമയുടെ ഒരു ടോൺ അങ്ങനെയാണ്. കാരണം ഏതൊരു 2 ക്യാരക്ടേഴ്സ് സെൻട്രിക് ആയിട്ടുള്ള സിനിമകളിൽ അങ്ങനെ അധികം ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ സിനിമ ഫോർമലൈസ് ചെയ്തിരിക്കുന്നത്. മാരിസിനെ കുറിച്ചൊരു ഫൈനൽ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ മലയാളത്തിലായാലും തമിഴിലായാലും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല വടിവേലു പോകുമ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാമായിരുന്ന ഒരു സിനിമയായിരുന്നു, ഒരു തീമായിരുന്നു. പക്ഷെ അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിൽ അതത്ര നന്നായിട്ട് വന്നിട്ടില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഹൈഡ് ചെയ്ത് വെച്ചൊരു സോഷ്യൽ ജസ്റ്റിസ് ഇങ്ങനത്തെ ഒരു തീം ഉണ്ടല്ലോ, ആ തീം ഇങ്ങനെ വളരെയധികം ക്ലീഷറിച്ച് ആയതുകൊണ്ട് തന്നെ അത് വർക്കായിട്ടില്ല. അപ്പോൾ അത്ര മോശം ഡയറക്ഷൻ സ്ക്രിപ്റ്റ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഒരുപാട് ഈ 2 ഏരിയയിലും ഇംപ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് മാരിസൺ ഫീൽ ചെയ്തത്. അപ്പോൾ എന്നെ ഈ സിനിമ അത്ര ഇമ്പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേറൊരു സിനിമയൊക്കെ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.